മദനീയം കുടുംബങ്ങളും അതേ ധാരാളം മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും എല്ലാ ദിവസവും ഓർക്കുകയും അനുസ്മരിക്കുകയും എല്ലാ ദിവസം ഫാത്തിഹ ഓതി ഹദിയ ചെയ്യുകയും ചെയ്യുന്ന വലിയ മഹാനല്ലേ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ-ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. നാലാമത്തെ വയസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ കണ്ണിന്റെ കാഴ്ച ശക്തി അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം നഷ്ടപ്പെട്ടു പോയി. മുഅ്മിനീങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ-ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി നാലാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടു പോയി. പിന്നീടുള്ള ജീവിതം വലിയ അത്ഭുതകരമായ ജീവിതമാണ്. കണ്ണ് കാണാത്ത മഹാനവറുകള് ഖുർആൻ മുഴുവനും മനപ്പാഠമാക്കി. വലിയ വലിയ ഉസ്താദുമാരുടെ ദർസിൽ ചേർന്നു. വലിയ വലിയ കിതാബുകൾ ഓതി പഠിച്ചു. വലിയ ഗ്രന്ഥരചനകൾ നടത്തി. അതേ, യമനിലെ തരീമിലും പരിസര പ്രദേശങ്ങളിലും ഷിയാക്കളുടെ ശല്യം വർദ്ധിച്ചു. അതേ, ഷിയാക്കളുടെ എണ്ണം പെരുകാൻ തുടങ്ങി. ആളുകൾ വന്നിട്ട് മഹാനവറുകളോട് വിഷമം പറഞ്ഞു. ജനങ്ങളെല്ലാം തെറ്റിദ്ധരിച്ചു പോകും. ഷിയായാണ് ശരിയെന്ന് മനസ്സിലാക്കി പോകും. അതുകൊണ്ട് ശരിയായ ദീനിലേക്ക് ജനങ്ങളെ വഴി നടത്തൽ ആവശ്യമാണ്. അതിന് അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു കൊടുത്ത പരിശുദ്ധമായ ദിക്റുകളെ ഒരു ക്രോഡീകരണത്തിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളുടെ പള്ളികളിലും ഞങ്ങളുടെ എല്ലാ സ്ഥലങ്ങളിലും അത് ചൊല്ലുന്ന ഒരു സാഹചര്യമുണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ ഷിയാക്കൾ എന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ നാടുകളിൽ ഇല്ലാതിരിക്കാൻ അതൊരു കാരണമാകും. എന്ന് മാത്രമല്ല, ജനങ്ങളെ എല്ലാവരെയും നല്ല ദിക്റിന്റെ സ്വലാത്തിന്റെ വഴിയിലേക്ക് തിരിച്ചുവിടാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് മലക്കുകൾ വന്നിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ-ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ മലക്കുകൾ മുഖേന പറഞ്ഞു കൊടുത്ത ദിക്റിന്റെ സമാഹാരമാണ് ഹദ്ദാദ് റാത്തീബ്. കേട്ടോ, ഒരു ചെറിയ നിസ്സാരമായ കാര്യമല്ല. അള്ളാന്റെ റസൂല് ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒരുപാട് ദിക്റുകളെ, ആയത്തുകളെ എല്ലാത്തിനെയും എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടി അതിനെ നല്ല ഒരു റാത്തീബായി നമുക്ക് ഏൽപ്പിച്ചു തന്നു. എല്ലാ പള്ളികളിലും അത് ചൊല്ലാൻ തുടങ്ങി. എല്ലാ പള്ളികളിലും അത് വലിയ ആവേശമായി. കേരളത്തിൽ അതിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മഹാനായ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ നേതൃത്വം നൽകി. അതേ, ഒരുപാട് ശറഹുകൾ അതിന് എഴുതിയപ്പോ, വ്യാഖ്യാനങ്ങൾ എഴുതിയപ്പോ അതിലെല്ലാം എഴുതിയ പ്രധാനപ്പെട്ട കാര്യം ഈമാനികമായ മരണമാണെന്ന് മാത്രമല്ല, അതേ, ഇഴജന്തുക്കളുടെ ശല്യം, ശൈത്വാനിന്റെ ശല്യങ്ങള്, അങ്ങനെ ഒരുപാട് ഫിത്ന, ഫസാദുകള്, ബലാ, മുസീബത്തുകള്, എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള നല്ല വഴിയാണ് പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബ്. മക്ക, മദീന, യമന്, ഷാം, ഇന്ത്യ തുടങ്ങിയ മുസ്ലിമീങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടങ്ങളിലെല്ലാം ഹദ്ദാദ് റാത്തീബിന് വലിയ പ്രചാരണം കിട്ടി. ധാരാളം ആളുകൾ ഹദ്ദാദ് ചൊല്ലാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങളെ, മഹാനവറുകളുടെ ബാപ്പ വലിയ സൂഫിയാണ്. ഉമ്മയും സൽമാ ബീവിയും വലിയ സൂഫിയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട, അതേ, മുത്തു റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളിൽപ്പെട്ട ആ വലിയ സയ്യിദ് കുടുംബത്തിലാണ് മഹാനവറുകൾ ജനിച്ചത്. സുബ്ഹാനല്ലാഹ്, മഹാനവറുകളുടെ
ഒരുപാട് കറാമത്തുകൾ കാണിച്ച വലിയ മഹാനാണ്. ആ മഹാനാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ-ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. അവരുടെ വലിയ ഗുരുക്കളിൽപ്പെട്ട വലിയ ശൈഖാണ് മഹാനായ ഉമർ ബിൻ അബ്ദുറഹ്മാൻ അൽ അത്താസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ജീവിതകാലം മുഴുവനും അല്ലാഹുവിന് വേണ്ടി ജീവിച്ച് കണ്ണ് കാണുന്നില്ല, പക്ഷേ ഇബാദത്തിനൊരു കുറവുമില്ല. എല്ലാ ദിവസവും 200 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു അത്രേ. എത്ര റക്അത്താണ് മുഅ്മിനീങ്ങളെ? 200 റക്അത്ത് എല്ലാ ദിവസവും നിസ്കരിക്കുമായിരുന്നു അത്രേ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ-ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ദുൽഖഅദ് 7-ന് 88ാമത്തെ വയസ്സിലെ മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. സുബ്ഹാനല്ലാഹ്. മഹാനവറുകളുടെ കിതാബുകൾ എത്ര കിതാബുകളാണ്! കിതാബുൽ ഹിക്കം, കിതാബുദ് ദീവാൻ, അഖീദത്തു അഹ്ലുൽ ഇസ്ലാം, റിസാലത്തുൽ മുആവന, മുഖാത്തബാത്ത്, റിസാലത്തു ആദാബിസ് സുലൂക്ക്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് വലിയ വലിയ കനപ്പെട്ട ഗ്രന്ഥങ്ങളെ കണ്ണ് കാണാത്ത അവസ്ഥയിലും ലോകത്തിന് സമ്മാനിച്ച മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ-ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. അതെ, നമ്മൾ ഇന്ന് ഓതിയ മൗലിദുണ്ടല്ലോ, ലംഅത്തുൻ നിബ്രാസിൻ നബവി എന്ന പേരിൽ മഹാനായ കോടഞ്ചേരി മുഹമ്മദ് മുസ്ലിയാർ, മൽഖാൻ മുഹമ്മദ് മുസ്ലിയാർ അവർ രചിച്ച മൗലിദിന്റെ ഗ്രന്ഥമാണ്. അതിൽ നിന്നാണ് അവിടുത്തെ മൗലിദ് നമ്മൾ പാരായണം ചെയ്തത്. അവരുടെയൊക്കെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഈ കാലഘട്ടത്തിന് ഹദ്ദാദ് റാത്തീബ് നമ്മൾ ഒഴിവാക്കിക്കൂടാ. അത് ജീവിതത്തിന്റെ ഭാഗമാകണോ. എല്ലാ ദിവസവും ഹദ്ദാദ് റാത്തീബ് ചൊല്ലണം. അൽഹംദുലില്ലാഹ്, മദനീയമെന്ന മഹത്തായ ഈ മജ്ലിസിനെ വലിയ നേതൃത്വം ആ വിഷയത്തിൽ വഹിക്കാൻ അല്ലാഹു തൗഫീഖ് തന്നിട്ടുണ്ട്. വലിയ ഹല്ല് അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ വീടുകളിലെ, നമ്മുടെ യാത്രകളിലെ, നമ്മുടെ കാറുകളിലെ, നമ്മുടെ സഞ്ചാരങ്ങളിലെ, നമ്മുടെ മക്കളിലെ, നമ്മുടെ വീടുകളിലെ ഹദ്ദാദ് റാത്തീബ് വ്യാപകമാകാൻ മദനീയം ഒരു കാരണമായിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്ക് വലിയ ഇജാബത്ത് അല്ലാഹു തരട്ടെ. റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ശംസുൽ ഉലമാ ശൈഖുനാ ഖുത്ബി ഉസ്താദ് അവറുകളെ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ കാരണം നമ്മുടെ പള്ളികളിലെല്ലാം ഹദ്ദാദ് റാത്തീബ് വ്യാപകമാകാൻ കാരണമായിട്ടുണ്ടെങ്കിൽ മദനീയമെന്ന മജ്ലിസ് അൽഹംദുലില്ലാഹ് നമ്മുടെ വീടുകളിലും ഹദ്ദാദ് റാത്തീബ് വ്യാപകമാകാൻ ഒരു കാരണമായി. എന്ന് മാത്രമല്ല, ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ആ യമനിൽ നിന്ന് വന്ന വലിയ മഹാനിൽ നിന്ന് അതിന്റെ ഇജാസത്ത് ലഭിക്കാനും മദനീയം മജ്ലിസ് ഒരു കാരണമായി. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ. ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ സയ്യിദ് അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹസ്സൻ റളിയല്ലാഹു അൻഹു എഴുതിയ നബീലുൽ ഹിദായത്തി വർ-റഷാദ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അത് പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബിന്റെ വ്യാഖ്യാന ഗ്രന്ഥമാണ്. അതിൽ ഹദ്ദാദ് റാത്തീബിന്റെ വലിയ മഹത്വങ്ങൾ പറയുന്നുണ്ട്. സയ്യിദ് ഹാമിദ് ബിൻ ഉമർ ബാലവി റളിയല്ലാഹു അൻഹു, ശൈഖ് അബ്ദുൽ ഗനി അൽ ബഹ്റാനി റളിയല്ലാഹു അൻഹു എന്നിവരും അതേ ഹദ്ദാദ് റാത്തീബിന് വലിയ വിശദീകരണം എഴുതിയിട്ടുണ്ട്.
അതുപോലെ തന്നെ അഹ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ അൽ ഹബീബ് അലി ഇബ്നു അഹ്മദ് അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു എഴുതിയ അതിമനോഹരമായ ഒരുപാട് ഫായിദകളാൽ വിശാലമായ വലിയ വ്യാഖ്യാന ഗ്രന്ഥമുണ്ട്. ബിഗിയത്തു അഹ്ലിൽ ഇബാദി വൽ ഔറാദ് എന്ന് പേരുള്ള ഒരു ഗ്രന്ഥമാണ്. അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ അത് നല്ല ഒരു വ്യാഖ്യാനം അതിന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വൈലത്തൂര് ബാവ ഉസ്താദ് ഉഖാസത്തുൽ മആദ് എന്ന് പറയുന്ന, അതുപോലെ ശൈഖുന ഉസ്താദ് അവറുകൾ അൽ ഇംദാദ് എന്ന് പറയുന്ന വ്യാഖ്യാനവും എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മഹാന്മാര് പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ആഫ്രിക്കൻ പണ്ഡിതനായ ശൈഖ് അബ്ദുല്ലാഹിൽ ബാസൂദാൻ എന്നവര് തയ്യാറാക്കിയ ദഖീറത്തുൽ മആദ് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബിന്റെ മഹത്വം വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരിച്ച മഹാന്മാരെല്ലാം അടിവരയിട്ട് 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 ഒരു കാര്യം രേഖപ്പെടുത്തി. ഇത് മഹാന്മാരായ മലക്കുകൾ മുഖേന അബ്ദുല്ലാഹി ഇബ്നു അലവിയിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മലക്കുകളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയ റാത്തീബാണ്. ഈ റാത്തീബ് ഒരാള് ചൊല്ലിയാൽ അയാള് മുഅ്മിനായിട്ടേ മരിക്കുകയുള്ളൂ. അയാള് മുഅ്മിനായിട്ടേ മരിക്കുകയുള്ളൂ. അയാള് മുഅ്മിനായിട്ടേ മരിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മദനിയം കുടുംബങ്ങളെ, ഹദ്ദാദ് റാത്തീബ് ചൊല്ലാതെ കിടന്നുറങ്ങല്ല. ഹദ്ദാദ് റാത്തീബ് ചൊല്ലാതെ കിടന്നുറങ്ങല്ല. ഹദ്ദാദ് റാത്തീബ് ചൊല്ലാതെ നിങ്ങൾ കിടന്നുറങ്ങരുതേ. റബ്ബ് നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മശായിഖുമാരുടെയും ഈ ഹദ്ദാദ് റാത്തീബിനെ ലോകത്ത് സമ്മാനിച്ച അബ്ദുല്ലാഹി ഇബ്നു അലവിയിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെയും അവരുടെ മശായിഖുമാരുടെയും അവരുടെ മുരീദുമാരുടെയും അവരുടെ താവഴിയിൽ ഇന്ന് ജീവിക്കുന്ന മഹാനായ സയ്യിദ് ഉമർ ഇബ്നു ഹഫീദ് തവ്വലല്ലാഹു ഉംറഹു മഅസ്സിഹ്ഹതി വൽ ആഫിയ അവരുടെയൊക്കെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ അഹ്ബാബുകൾക്ക് അല്ലാഹു നൽകട്ടെ. നമ്മുടെ മദനിയം കുടുംബത്തിന് അല്ലാഹു നൽകട്ടെ. നമ്മുടെ ഉസ്താദുമാർക്ക് അല്ലാഹു നൽകട്ടെ. നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്ക് അല്ലാഹു തരട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു നൽകട്ടെ. നമ്മുടെ വീടുകളിൽ അല്ലാഹു നൽകട്ടെ. നമ്മുടെ സർവത്തിലും അവരുടെ മദതും സഹായവും പൊരുത്തവും അല്ലാഹു തരട്ടെ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാവരും ഹദ്ദാദ് റാത്തീബ് ചൊല്ലുകയാണ്. വഇലാ ഹളറത്തിൻ നബി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم
وأولئك هم المفلحون وإلهكم إله واحد لا إله إلا هو الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء هو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء هو السميع العليم رضينا بالله ربا وبالإسلام دينا وبمحمد نبيا رضينا بالله ربا وبالإسلام دينا وبمحمد نبيا رضينا بالله ربا وبالإسلام دينا وبمحمد نبيا بسم الله والحمد لله الخير والشر بمشيئة الله بسم الله والحمد لله الخير والشر بمشيئة الله بسم الله والحمد لله الخير والشر بمشيئة الله آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر آمنا بالله واليوم الآخر
وتبنا إلى الله باطنا وظاهر. يا ربنا واعف عنا وامح الذي كان منا. يا ربنا واعف عنا وامح الذي كان منا. يا ربنا واعف عنا وامح الذي كان منا. يا ذا الجلال والإكرام أمتنا على دين الإسلام. 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 يا قوي يا متين اكفي شر الظالمين. يا قوي يا متين اكفي شر الظالمين. يا قوي يا متين اكفي شر الظالمين. أصلح الله أمور المسلمين صرف الله الشر المؤذين. أصلح الله أمور المسلمين صرف الله الشر المؤذين. أصلح الله أمور المسلمين صرف الله الشر المؤذين. يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير. يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير. يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير. يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم. يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم. يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم. استغفر الله رب البرايا ونستغفر الله من الخطايا. 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 فاعلم أنه لا إله إلا الله. 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 لا إله
إلا الله محمد رسول الله صلى الله عليه وسلم شرف وكرم ومجد وعلم ورضي الله تعالى عن أهل بيته الطيبين الطاهرين وأصحابه الأكرمين وأزواجه الطاهرات أمهات المؤمنين والتابعين لهم بإحسان إلى يوم الدين وعلينا معهم وفيهم برحمتك يا أرحم الراحمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. سيدنا الفقيه المقدم الشيخ محمد بن علي بعلوي وأصوله وفروعه وكافة ساداتنا آل بعلوي إن الله يعلي درجاتهم وينفعنا بهم وبعلومهم وأسرارهم وأنبارهم وبركاتهم في الدين والدنيا والآخرة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين. آمين. ثم إلى أرواح جميع ساداتنا الصوفية أينما كانوا أهل ترواهم بأن الله يعلي درجاتهم وينفعنا بهم وبعلومهم وأسرارهم ويلحقنا بهم في لطف وخير وعافية. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين. آمين. لصاحب الراتب الكبير الكتب الشهير حبيب عبد الله بن علوي العداد بعلوي رضي الله عنه وأصوله وفروعه بأن الله يعلي درجاتهم في الجنة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين. آمين. لكافة عباد الله الصالحين ولوالدين ولكافة المسلمين إن الله يغفر لهم ويرحمهم ويسكنهم في الجنة ويصلح أمور المسلمين ويكفيهم شر المؤذين ويتقبل الله منا ومنكم ويرزقنا وإياكم حسن الخاتمة عند الموت في خير ولطف وعافية. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإلى حضرة النبي سيدنا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. وإلى حضرة سيدنا خليل الله إبراهيم عليه السلام وكليم الله موسى عليه السلام وروح الله عيسى عليه السلام وشيخ الأنبياء نوح عليه السلام وأبونا أبو البشر آدم عليه السلام وأمنا بيبي حواء رضي الله عنها وسيدنا جبريل وسيدنا ميكائيل وسيدنا إسرافيل وسيدنا عزرائيل وسيدنا أبو بكر الصديق وسيدنا عمر بن الخطاب وسيدنا عثمان بن عفان وسيدنا علي بن أبي طالب وسيدنا حمزة والعباس وسيدنا الحسن والحسين وسيدتنا خديجة الكبرى وعائشة الطهرى وفاطمة الزهراء وسائر أزواج رسول الله وأولاد رسول الله وأصحاب رسول الله وأهل بيت رسول الله وأبيه وأمه وعالنته صلى الله عليه وسلم. وإلى حضرة سيدنا أويس القرني والشيخ محي الدين عبد القادر الجيلاني وسيدنا أحمد الكبير الرفاعي وسلطان الهند بن نواز وإبراهيم البادش الأربدي والشاع النميد الناغوري وداود الحكيم المتفتي ومولى الدبيلة قطب الزمان والسيد محمد مدني ومالك بن دينار والشيخ عبد القادر الثاني وولي ينقر عمر القاضي والسيد محمد قاسم ولي الله وشيخنا وملاذنا وملجئنا قطب العالم رئيس الزاهدين محمد أبو بكر المدور. وإلى حضرات آبائهم وأمهاتهم ومشايخهم وإلى حضرات من دفنوا في حولنا ومن دفنوا في بلدي من الصحابة والأولياء كلهم أجمعين ومن ماتوا منا من أهل مدنية كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إنا نسألك بحق الفاتحة المعلمة والسبع المثاني أن تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملتك لأهل الخير وأن تحفظنا في أدياننا وأنفسنا وأهلنا وأولادنا وأصحابنا وأحبابنا وأساتذنا وشيخنا ومن كل مهنة وفتنة وشدة وبؤس ومشقة ومرض وضير ومن سهر ساهر وعين عين وحسد حاسد ومكر ماكر وفتن مفتن وظلم ظالم ومن شد الوباء والطاعون إنك ولي لكل خير ومتفضل بكل خير ومعط لكل خير برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. يا عالم السد منا لا تهتك الستر عنا وعافنا واعف عنا وكلنا حيث كنا. يا عالم السر منا لا تهتك الستر عنا وعافنا واعف عنا وكلنا حيث كنا. يا عالم السر منا لا تهتك الستر عنا وعافنا واعف عنا وكلنا حيث كنا. يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا. يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا. يا رب هيئ لنا من أمرنا رشدا
واجعل معونتك الحسنى لنا مددا. يا حي يا قيوم هي القلوب تحيا واصلح لنا الأعمال في الدين والدنيا. يا حي يا قيوم هي القلوب تحيا وأصلح لنا الأعمال في الدين والدنيا. يا حي يا قيوم هي القلوب تحيا وأصلح لنا الأعمال في الدين والدنيا. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى اللهم صل على محمد يا ربي صل عليه وسلم. يا الله بها يا الله بها يا الله بحسن الخاتمة. يا الله بها يا الله بها يا الله بحسن الخاتمة. يا الله بها يا الله بها يا الله بحسن الخاتمة. يا الله بها يا الله بها يا الله بحسن الخاتمة. കണ്ണുകൾ അടച്ചു പിടിക്കണം എന്നിട്ട് ചൊല്ലണം യാ അല്ലാഹ് 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 യാ അല്ലാഹ്. അല്ലാഹുവേ സാധുക്കളാണ്, പാപികളാണ്, ദോഷികളാണ്, വിവരമില്ലാത്തവരാണ്. ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ റബ്ബേ, ഇജാബത്ത് നൽകണേ അല്ലാഹ്. اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല ഹിമ്മത്ത് നൽകണേ അല്ലാഹ്, മനക്കരുത്ത് തരണേ റബ്ബേ. ഒരാളെ മുന്നിലും ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ ഈമാനിനെ നീ വർധനവ് തരണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നന്നാക്കണേ റബ്ബേ. ദുനിയവിയും ഉഖറവിയുമായ എല്ലാ ഖൈറായ മുറാദുകളും നീ ഹസുലാക്കി തരണേ അല്ലാഹ്. ഒരൊറ്റ സാഹിര്യങ്ങളുടെ സിഹറിലോ അയിനിങ്ങളുടെ അയിനിലോ മുഫ്തിനീങ്ങളുടെ ഫിത്നയിലോ ലാലിമീങ്ങളുടെ ദുൽമിലോ ഒരു ബലാ മുസീബത്തുകളിലോ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. ദീർഘായുസ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ റബ്ബേ, ആരോഗ്യം നൽകണേ അല്ലാഹ്.
ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. എല്ലാവരെയും നിനക്ക് അറിയാമല്ലോ. യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്, അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ റബ്ബേ. അവരുടെ വിഷമങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. എല്ലാ അനുഗ്രഹത്തിന്റെ വഴികളും നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഒരു കുതന്ത്രക്കാരുടെ കുതന്ത്രത്തിലും ഞങ്ങളെ പെടുത്തല്ലേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളെ ഉസ്താദുമാര്, ഞങ്ങളെ മാതാപിതാക്കള്, ഞങ്ങളെ മശായിഖുമാര് എല്ലാവർക്കും നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ റബ്ബേ. ഒരു വലിയ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവലാകണേ അല്ലാഹ്. എത്രയോ സ്ഥലങ്ങളിൽ കുടിവെള്ള വിതരണം നടക്കുകയാണ്. യാ അല്ലാഹ്, യാ അല്ലാഹ്, നല്ല മഴ വർഷിപ്പിക്കണേ റബ്ബേ. اللهم اسقنا غيثا مغيثا هنيئا مريئا ولا تجعلنا من القانتين. നല്ല മഴ വർഷിപ്പിക്കണേ റബ്ബേ, നല്ല മഴ വർഷിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാവിധ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ഈ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ റബ്ബേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിൽ രോഗികളുണ്ട് അല്ലാഹ്. മഞ്ഞനാടിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ വിദൂര വഴിയിൽ നമ്മുടെ ഒരു കുടുംബത്തിലൊരു മെമ്പർ കൂടിയാണ്. അല്ലാഹുവേ, വലിയൊരു ആക്സിഡന്റിൽ പെട്ട് വലിയ പ്രയാസത്തിലാണ്. കാമിലായ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. ഒരു ചെറിയ പിഞ്ചുകുട്ടിയുടെ വലിയ പ്രയാസകരമായ വോയിസും 3 കുട്ടികളുടെ ഫോട്ടോയും അതേ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കാണുകയാണ്. അതിലൊരു പൊന്നുമോന്റെ തലയുടെ മുകളിൽ അനക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവേ, കാമിലായ ആജിലായ ശിഫ കൊടുക്കണേ അല്ലാഹ്. ശിഫ കൊടുക്കണേ അല്ലാഹ്. ശിഫ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തപ്പോ അവരിൽ റബ്ബേ ഞങ്ങളെ മദനീയം കുടുംബം യാ അല്ലാഹ് നീ എല്ലാവരെയും കാണുന്നുണ്ടല്ലോ. ആരാണ് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നത്, ഖുർആൻ ഓതിയത്, ദിക്ർ ചൊല്ലിയത്, ഹദ്ദാദ് ചൊല്ലിയത്? പാവങ്ങളാണ്, പാവങ്ങളാണ്. ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് ഓരോരുത്തരുടെയും മുറാദ് നീ ആസുലാക്കി കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ നീക്കണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. നാളെ നമ്മുടെ മദനീയ മജ്ലിസിലെ മഹാനായ താജുൽ അസ്ഫിയാ ബഹുമാനപ്പെട്ട സ്വാഹിബുൽ ലഹിയ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അബൂബക്കർ മുസ്ലിയാർ കക്കടിപ്പുറം, അതേ വലിയ മുറബ്ബിയായ ഷെയ്ഖ്, അവരുടെ ഉറൂസ് മുബാറക്കാണ് നാളത്തെ മദനീയത്തിൽ. എല്ലാവരും പങ്കെടുക്കണം. അല്ലാഹുവേ, ഞങ്ങൾ മഹാന്മാരെ ഓർക്കുന്നത്, അവരെ അനുസ്മരിക്കുന്നത് അവരുടെ പൊരുത്തം കിട്ടാനാണ്, അവരുടെ മദദ് കിട്ടാനാണ്, അവരെ സഹായം കിട്ടാനാണ്. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മദനീയ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. ഞങ്ങളെ മദനീയം കുടുംബം പാവങ്ങളാണ്, എല്ലാവർക്കും ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13ഓളം വീടുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പണം പലരും അയച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. സ്വർണം തരുന്നവരുണ്ട്, മാല തരുന്നവരുണ്ട്, വള തരുന്നവരുണ്ട്, മോതിരം തരുന്നവരുണ്ട്, ചിറ്റ് തരുന്നവരുണ്ട്. സ്വീകരിക്കണേ റബ്ബേ, ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അവരെ മുറാദ് നീ ആസുലാക്കണേ അല്ലാഹ്. ഒരുപാട് ഗർഭിണികളുണ്ട് അല്ലാഹ്. സുഖപ്രസവം നൽകണേ അല്ലാഹ്. സുഖപ്രസവം നൽകണേ റബ്ബേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുത്തു മുഅ്മിനീങ്ങളുടെ മുഅ്മിനാത്തുകളുടെ ഒരാളെയും നീ
വെറുതെയാക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സിദ്ദീഖ് പൊന്നാടിന്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ ഭർത്താവ് ഖത്തറിൽ വെച്ച് കഴിഞ്ഞ ദിവസം ആക്സിഡന്റായി മരണപ്പെട്ടുപോയി. ദീനിനെ വല്ലാതെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ ഖബർ യാ അല്ലാഹ് നീ സ്വർഗ്ഗത്തിന്റെ വീടാക്കണേ റഹ്മാനെ. എല്ലാ പിതാക്കളുടെയും ഒക്കെ ഖൽബിൽ വലിയ ക്ഷമയിട്ട് കൊടുക്കണേ റബ്ബേ. ദീനിനെ വലിയ സഹായിച്ച ആളാണ്, അതിന്റെ ഗുണം ഖബറിൽ നീ നൽകണേ റഹ്മാനെ. പ്രിയപ്പെട്ട മൊയ്തു സഖാഫി, അതെ, അദ്ദേഹത്തിന്റെ ബാപ്പയുടെ ആണ്ടിന്റെ ദിവസമാണ്. സ്വർഗം നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ ഓതിയ ഖുർആനും ദിക്റും സ്വലാത്തും ഹദ്ദാദും അസ്മാഉൽ ഹുസ്നയും എല്ലാം പ്രിയപ്പെട്ട മൊയ്തു സഖാഫി സുഹൃത്തിന്റെ ബാപ്പയുടെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ ഷാനവാസ് മദനി മകള് ഫാത്തിമാക്ക് തീരെ സുഖമില്ല. അല്ലാഹുവേ, കാമിലായ ആജിലായ ശിഫ കൊടുക്കണേ അല്ലാഹ്, ശിഫ കൊടുക്കണേ അല്ലാഹ്. ആലുവായിലുള്ള റുഖിയ എന്ന് പറയുന്ന സഹോദരി മകനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആ ഉമ്മയുടെ ആഗ്രഹം പോലെ മകനെ നല്ല മോനാക്കണേ അല്ലാഹ്. ഉമ്മാന്റെ പേര് റഹീമ. ഇന്നലെ മുതൽ തീരെ സുഖമില്ല. അല്ലാഹുവേ, ആ ഉമ്മക്ക് നീ കാമിലായ ആജിലായ ശിഫ കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട കരീമിച്ച, ആ കരീമിച്ച, നമ്മുടെ കടവത്ത് കരീമിച്ച, അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ആണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ്. അല്ലാഹ്, നമ്മളെ വല്ലാതെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കരീമിച്ചാന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ ഖബർ അല്ലാഹുവേ നീ സ്വർഗ്ഗത്തിന്റെ വീടാക്കണേ അല്ലാഹ്. സ്വർഗം നൽകണേ അല്ലാഹ്. ഇപ്രാവശ്യം ഉമ്മക്ക് വേണ്ടി വലിയ മജ്ലിസ് നടത്തി കരീമിച്ച അല്ലാഹ്, അതിന്റെ എല്ലാ ഗുണങ്ങളും ആ ഉമ്മാന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഒന്നര വയസ്സുള്ള കുട്ടി കോട്ടി തൊണ്ടയിൽ കുടുങ്ങി മരണപ്പെട്ടുപോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. CK നഗർ സ്വദേശി പുത്തൻ ബീഡിയേക്കൽ ഇബ്രാഹിമിന്റെ പേരക്കുട്ടിയാണ് മരണപ്പെട്ടത്. അല്ലാഹ്, 1.5 വയസ്സുള്ള കുട്ടിയുടെ തൊണ്ടയിൽ കോട്ടി കുടുങ്ങിയിട്ട് മരണപ്പെട്ടുപോയി. ശ്രദ്ധിക്കണേ ഉമ്മമാരെ, നല്ല ശ്രദ്ധിക്കണം. കുട്ടികളുടെ കയ്യിൽ എന്താണ് കിട്ടുന്നത് ഒക്കെ വായിലിടുകയാണ് അവര്. അല്ലാഹ്, കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ ഖൽബില് നീ വലിയ ക്ഷമയിട്ട് കൊടുക്കണേ അല്ലാഹ്. മകൻ വിസയിൽ ജോലിക്ക് പോകുന്നു. നല്ല ഇസ്സത്തുള്ള ജീവിതം നൽകണേ റഹ്മാനെ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മർക്കസിൽ നടന്ന പരിപാടിയിൽ താനൂര് ഭാഗത്തു നിന്നുള്ള ഒരു സഹോദരി ഒരുപാട് പണവുമായി വന്ന് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഖൈറുൻ നിസാ പരപ്പനങ്ങാടി തള്ളമിൽ വെച്ച്. അല്ലാഹുവേ, അവരുടെ ചുറ്റുഭാഗത്തുള്ള ഒരുപാട് ആളുകളാണ് കൊടുത്തത്. എല്ലാവർക്കും നീ ഖൈർ ചൊരിയണേ അല്ലാഹ്. അതുപോലെ തന്നെ പോർച്ചുമ്മ, ഖദീജ ഉമ്മ, കുട്ടിയെ ചുമ്മ, നഫീസുമ്മ, പള്ളിക്കുട്ടി, പാത്തുമോള്, സുലൈഖ, സുബൈർ, ഖൈറുൻ നിസാ, ഇവനാണ് പൈസ തന്നവര്. എല്ലാവർക്കും അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഖൈറുൻ നിസാ എന്ന സഹോദരിക്കും അവരുടെ കയ്യിൽ പണം കൊടുത്ത എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ റബ്ബേ. അവരെ മുറാദ് നീ അസുലാക്കണേ അല്ലാഹ്. നല്ല വീടുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്.
അതുപോലെ എല്ലാവർക്കും നല്ല ജോലിയും നല്ല വീടും നല്ല ഇസ്സത്തും നീ കൊടുക്കണേ റഹ്മാനേ. കുടുംബം വല്ലാത്ത ബേജാറിലാണ്, പെങ്ങൾക്കൊരു ഖൈറായ പുതിയാപ്പിള കിട്ടണം. അല്ലാഹുവേ, നല്ല ഇസ്സത്തുള്ള ഖൈറായ ഒരു ഇണയെ നീ കൊടുക്കണേ അല്ലാ. ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ പ്രയാസപ്പെടുന്നവര്, അവരുടെ പ്രയാസങ്ങൾ നീ നീക്കണേ അല്ലാ. അതുപോലെ ഉസ്താദെ, ഞാൻ ഇന്നലെ മെസ്സേജ് വിട്ടിരുന്നു, എൻ്റെ ഉപ്പാക്ക് അസുഖം കൂടുതലാണ്, കാമിലായ ആജിലായ ശിഫ നൽകണേ റബ്ബേ. നമ്മുടെ പ്രിയപ്പെട്ട കാന്തപുരത്തുള്ള ഹാരിസിന്റെ മോൾക്ക് പനിയും അപസ്മാരത്തിന്റെ ലക്ഷണവുമുണ്ട്, ഹോസ്പിറ്റലിലാണ്. കാമിലായ ആജിലായ ശിഫ കൊടുക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ ഉസ്താദെ കല്യാണമാണ്, കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അവരുടെയൊക്കെ കല്യാണം ഭംഗിയാക്കി നടത്തി കൊടുക്കട്ടെ. എല്ലാ മദനിയും കുടുംബത്തിന്റെ കല്യാണത്തിലും പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഓരോ ഭാഗങ്ങളിലാണ് പരിപാടി, സ്വന്തം വീട്ടിൽ പോലും നിൽക്കാൻ സമയമില്ല, കൂടുതൽ സമയമില്ല. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങൾ തിരക്കിട്ട ദിവസങ്ങളാണ്. അതേ, അജ്മീർ ഷരീഫിൽ പോകണം. ഹജ്ജിന് പോകുന്നതിന് മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ഹജ്ജിന്റെ യാത്രകൾ അടുത്ത് വരികയാണ്. അതുകൊണ്ട് ആരും വന്നില്ല എന്ന വിഷമം വിചാരിക്കരുത്. ഈ എല്ലാ കുടുംബ ജീവിതവും നീ നല്ല ബറക്കത്തുള്ള ജീവിതമാക്കണേ അല്ലാ, ഇസ്സത്തുള്ള ജീവിതമാക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ കല്യാണം നല്ല ഭംഗിയിൽ നീ നടത്തി കൊടുക്കണേ റഹ്മാനേ. എന്റെ ഉമ്മ സൈനബ മദനിയം 56 മുതൽ കേൾക്കാറുണ്ടായിരുന്നു. റജബ് 17 മരണപ്പെട്ടുപോയി. അല്ലാഹുവേ, ആ ഉമ്മാന്റെ ഖബർ, സൈനബ ഉമ്മാന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. അല്ലാ, മക്കളുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ആളുകൾ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് ദുആ ചെയ്യുക എന്നത് നടക്കുന്ന കാര്യമല്ലല്ലോ. എത്ര ആളുകളാണ് മക്കളില്ലാത്തവരുള്ളത്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. റബ്ബ് എല്ലാവർക്കും മക്കളെ കൊടുക്കണേ അല്ലാ, മക്കളെ കൊടുക്കണേ റബ്ബേ, മക്കളെ കൊടുക്കണേ അല്ലാ. വീട് പണി പെട്ടത്തിൽ വേഗത്തിൽ തീർന്നു കിട്ടാൻ വേണ്ടി ദ്വാർക്കണം. എല്ലാവരും ദ്വാർക്കണം. നമ്മളെ വീടിന്റെ പണിയും പെട്ടെന്ന് തീരാൻ വേണ്ടി ദ്വാ ചെയ്യണം. അങ്ങനെ എല്ലാവരുടെ വീടിന്റെ പണികളും അല്ലാഹു പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ. മകന്റെ കല്യാണം ശരിയാവാൻ ദുആ ചെയ്യണം. എന്റെ ഉമ്മാന്റെ അനിയത്തിയുടെ മകൻ ഖത്തറിൽ ജയിലിലാണ്, മോചനത്തിന് വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ സ്വീകാര്യമായ ഹജ്ജും ഉംറയും ചെയ്യാൻ ദുആ ചെയ്യണം. മകന്റെ കല്യാണം ശരിയായി കിട്ടാൻ ദ്വാർക്കണം. ഉമ്മാന്റെ അനിയത്തിയുടെ മകൻ ജയിലിൽ, ഖത്തറിൽ ജയിലിലാണ്, ദ്വാർക്കണം. ഉമ്മാക്ക് ഹജ്ജിന് പോകാമോ? മക്കൾക്ക് കടമുണ്ടായാൽ ഉമ്മക്ക് ഹജ്ജിന് പോകാമോ? നേരത്തെ ദുആ ചെയ്യാൻ പറഞ്ഞ എല്ലാവരുടെയും എല്ലാ മുറാദും നീ അസ്സുലാക്കണേ അല്ലാ. മക്കൾക്ക് കടമുണ്ടെങ്കിൽ എന്തേ ഉമ്മക്ക് ഹജ്ജിന് പോകുന്നതിന്? കടം ഉണ്ട് എന്നത് ഹജ്ജിന് പോകുക എന്നതിന് തടസ്സമൊന്നല്ല. അതാരെങ്കിലും ഉത്തരവാദപ്പെട്ട ആളുകളെ ഏൽപ്പിച്ചു പോയാൽ അങ്ങനെ പോകാം. മകനെ ഏൽപ്പിക്കുകയാണ്, എന്റെ എല്ലാ കടവും ഞാൻ അഥവാ തിരിച്ചു വന്നില്ലെങ്കിൽ നിന്നെ ഏൽപ്പിക്കുകയാണ്. ആ മകനത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിന് പോകുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി മക്കൾക്ക് കട ഉണ്ടായാലും ശരി, സ്വന്തത്തിൽ കട ഉണ്ടായാലും ശരി, ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നത്തിങ്, നോ പ്രോബ്ലം, ഇൻഷാ അല്ലാഹ്. അതുപോലെ എന്റെ അനിയത്തിയുടെ ഒരുപാട് ആളുകള് വീടില്ല എന്ന് പ്രയാസങ്ങൾ പറയുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാവരുടെ മുറാദ് അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ.
അല്ലാഹ് മോന് നല്ലൊരു ഹാഫിളും ആലിമുമാവാൻ ദുആ ചെയ്യണം. അല്ലാഹു നല്ല ഹാഫിളും നല്ല ആലിമുമാക്കി കൊടുക്കണേ അല്ലാഹ്. ചെറിയ മകനിക്ക് 10 വയസ്സുള്ള മകനുണ്ട്, അടുത്ത കുട്ടിയുണ്ടാവാൻ ദുആ ചെയ്യണം. അല്ലാഹു നല്ല മക്കളെ കൊടുക്കട്ടെ. BDS എക്സാം പാസ്സാവാൻ ദുആ ചെയ്യണം. അല്ലാഹു എല്ലാ എക്സാമിലും നല്ല മാർക്കോടെ അല്ലാഹു വിജയിപ്പിക്കട്ടെ. ഇൻഷാ അല്ലാഹ് റബ്ബ് ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹ് സ്വീകരിക്കട്ടെ. മഞ്ഞനാടി ഫാസിൽ ബൈക്ക് ആക്സിഡന്റായി സീരിയസ് ആയി ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ ICUവിലാണ്. അല്ലാഹുവേ നീ കാമിലായ ആജിലായ ശിഫ കൊടുക്കണേ അല്ലാഹ്. ചിയൂരി അബ്ദുറഹ്മാൻ സഖാഫി കഴിഞ്ഞ ദിവസം അത് കുറ്റിയാടിയിൽ ചെന്നപ്പോൾ ഹമീദ് ഖാന്റെ വീട്ടിൽ നിന്ന് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞൊരു കുട്ടിക്ക് വേണ്ടി തല്ലാതെ വളർന്നു പോയൊരു കുട്ടി. അല്ലാഹുവേ ഖൈറ് എന്താണോ അത് എത്രയും പെട്ടെന്ന് നീ തീരുമാനിക്കണേ അല്ലാഹ്. റബ്ബ് റാഹത്തിലാക്കട്ടെ. അതുപോലെ മക്കളില്ലാത്തവരുണ്ട്, മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഹമീദക്ക നല്ല ഭക്ഷണമുണ്ടാക്കി കുടുംബവും അവരുടെ ഭാര്യയും അല്ലാഹുവേ എല്ലാ ശാരീരികമായ എല്ലാ രോഗവും കാമിലായ നിലക്ക് ആജിലായ നിലക്ക് നീ ശിഫയാക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖിനാലെ നാളെ കാണാം ഇൻഷാ അല്ലാഹ്. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.